പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിലൂടെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈശോ നൽകുകയാണ്. ജെറുസലേം ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചതിന്റെ പണികളെ കുറിച്ച് ശിഷ്യന്മാര് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടുമെന്നുള്ള ഒരു വസ്തുതയെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. പിന്നീട് ചില ഓർമ്മപ്പെടുത്തലുകളാണ് കർത്താവിന്റെ മഹത്വപൂർണമായ 2ാമത്തെ ആഗമനത്തിന് മുമ്പ് ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഈശോ അവിടെ പീഡനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, മരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പരസ്പരമുള്ള ഒറ്റിക്കൊടുക്കലുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാം സഹിച്ചു നിൽക്കുന്നവൻ പ്രതിബന്ധങ്ങളുടെ നടുവിൽ, വിശ്വാസ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിനുശേഷം അന്ത്യം ആഗതമാകും എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കാലയളവിൽ വിശ്വാസമൊക്കെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ നേരിടുന്ന കാലയളവിൽ, വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന കാലയളവിൽ, വിശ്വാസം ഒരു ചൂണ്ടുപലകയായി നിൽക്കപ്പെടുന്ന കാലയളവിലൊക്കെ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? കൃപയോടെ സഹിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് പങ്കുവെക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ കർത്താവിന്റെ ഈ മഹത്വം നമുക്ക് ദർശിക്കാൻ പറ്റുമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം, പ്രതിബന്ധങ്ങളുടെ നടുവിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക